അരളിയുടെ പൂവും ഇലയും ചവച്ച് യുവതി മരിച്ച സംഭവത്തോടെ അരളിപ്പൂവിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. പൂക്കടകളിലെ ജനപ്രിയ ഐറ്റമായിരുന്ന അരളിപ്പൂ ഇപ്പോൾ ആർക്കും വേണ്ട. ക്ഷേത്രാവശ്യത്തിന് ആരെങ്കിലും വാങ്ങിയാലായി എന്ന് മാത്രം. നേരത്തെ നിവേദ്യത്തിനും പൂജയ്ക്കുമായി അരളിപ്പൂവ് നിത്യവും വാങ്ങിയിരുന്ന അമ്പലങ്ങൾ പോലും അരളിപ്പൂ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ട്. അരളി കച്ചവടം ഇപ്പോൾ കുറവാണ്. അരളിപ്പൂ അങ്ങനെ പോകുന്നില്ല. ചെലവ് ഇച്ചിരി കുറവ്. അമ്പലങ്ങളിൽ ഒഴിവായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം പൂജാ റോസ് വരുന്നുണ്ട്. റോസ് തിരി അങ്ങനെ പോകുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാൻ വരുമ്പോൾ പിന്നെ ആവശ്യക്കാരില്ലല്ലോ. അതാണ് ക്ഷേത്രക്കാർ ചില അമ്പലങ്ങളിൽ ഒഴിവായിട്ടുണ്ട്. ചില അമ്പലക്കാരെടുക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ചില ക്ഷേത്രങ്ങളിൽ ഇപ്പൊ പൂ ഐറ്റങ്ങൾ പലതും മാറി മാറി വരുന്നുണ്ട്. സെയിലിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ അരളിപ്പൂവിന്റെ ഇപ്പൊ പാക്കറ്റ് പോകുന്നത് കുറവാണ്. അതേ ഉള്ളൂ. അല്ല, നമുക്ക് കസ്റ്റമർ വാങ്ങിച്ച അയാളിന് പൂജയ്ക്ക് കൊടുക്കും. അങ്ങനെ അതിപ്പോ അരളി വേണ്ട, അതിന് പകരം വേറെ എന്തെങ്കിലും തരാനാ പറയുന്നത്. നിവേദ്യത്തിൽ അരളിപ്പൂ ഇട്ടാൽ വിഷം ഉള്ളിൽ ചെല്ലുമോ എന്ന പേടിയാണ് അമ്പലങ്ങൾ അരളിപ്പൂവിനെ പടിക്ക് പുറത്തു നിർത്താൻ കാരണം. അടുത്ത കാലത്ത് കല്യാണത്തിനും അരളിപ്പൂവിന് നല്ല ആവശ്യക്കാരുണ്ടായിരുന്നു. മുല്ലയും അരളിയും ഇടകലർത്തി മാല കോർത്ത് തലയിൽ ചൂടുന്നത് വിവാഹവേദികളിലെ പുതിയ ട്രെൻഡായിരുന്നു. യുവതിയുടെ മരണത്തോടെ അരളിപ്പൂ തലയിൽ ചൂടുന്ന ട്രെൻഡും വീണുപോയി. കേരളത്തിൽ വീടുകളിലും ഉദ്യാനങ്ങളിലും ചില ക്ഷേത്രങ്ങളിലുമല്ലാതെ അരളിക്കൃഷിയില്ല. പൂവെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തോവാളയും ശങ്കരൻകോവിലുമാണ് അരളിപ്പൂ കൃഷിയുടെ മുഖ്യ കേന്ദ്രം. പാക്കറ്റിലാക്കി വരുന്ന അരളിപ്പൂ ക്ഷേത്രത്തിലെ പൂജയ്ക്കെടുക്കുന്ന ഉതിർപ്പുകളുടെ കൂട്ടത്തിലും വിഗ്രഹത്തിൽ ചാർത്താനുള്ള മാല കെട്ടാനും ഉപയോഗിച്ചിരുന്നു. എന്നാൽ വിഷമുണ്ടെന്ന് വന്നതോടെ എല്ലാം തീർന്നു. എന്നാൽ കിലോഗ്രാമിന് 300 രൂപയുണ്ടായിരുന്ന അരളിപ്പൂവിന്റെ വിലയിൽ മാത്രം വലിയ ഇടിവൊന്നുമില്ല. അരളിയുടെ മാർക്കറ്റ് ഇടിഞ്ഞതോടെ പൂജാപുഷ്പങ്ങളിൽ തെച്ചിക്കും തുളസിക്കുമൊപ്പം റോസയ്ക്ക് കൂടി പ്രിയമേറിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.